ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ അപ്രവചനീയമാണ് എന്ന് മാത്രമല്ല വലിയ വലിയ ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭൂപ്രദേശവും കൂടിയാണ്. ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ, ബീഹാറിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ നിങ്ങളൊക്കെ അറിഞ്ഞു കാണും എന്ന് വിചാരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാടിളക്കി രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയ ഒരു സ്ഥലമാണ് ബീഹാർ. തെരഞ്ഞെടുപ്പിന് കുറേ മുമ്പ് തന്നെ അദ്ദേഹവും നമ്മുടെ ലാലു പ്രസാദിൻ്റെ മകൻ യാദവനും ചേർന്നിട്ട് ഒരു വലിയ പദയാത്ര നടത്തി. അത് ബീഹാറിനെ ഇളക്കി മറിച്ച സംഭവം. ഒരുപാട് സ്ഥലത്തെ കൂടി ഇദ്ദേഹം പദയാത്ര നടത്തി. ഭാരത് ജോഡോ പോലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും വോട്ട് ജോലി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിച്ചുകൊണ്ടും നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ത്യാഗനിർഭരമായ ഒരു വലിയ യാത്ര നടത്തി. അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് പുള്ളിയുടെ പാർട്ടിക്ക് അത്രയധികം സീറ്റുകൾ ലാലു പ്രസാദിൻ്റെ പാർട്ടി കൊടുത്തില്ല, RJD കൊടുത്തില്ല. പിന്നെ കിട്ടിയ സീറ്റിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു. പിന്നെയും പുള്ളി കാടിളക്കി പ്രചരണം നടത്തി. രാഹുൽ ഗാന്ധി മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയും ബീഹാറിൽ പോയി പ്രചരണം നടത്തി. പ്രചരണം കഴിഞ്ഞ് വോട്ടെടുപ്പ് നടത്തിയപ്പോൾ അത് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഇവരുടെ മുന്നണി തകർന്ന് തരിപ്പണമായി പോയി. ലാലുവിൻ്റെ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. കോൺഗ്രസ് പാർട്ടിക്ക് ഏതാണ്ട് മുഖം നഷ്ടപ്പെട്ടു എന്ന് പറയാവുന്ന റിസൾട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ 6 കോൺഗ്രസ്സുകാരാണ് ബീഹാറിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ ഒരാൾ മുസ്ലിം സമുദായ അംഗമാണ്. ബാക്കി 5 പേർ ഹിന്ദുക്കളാണ്. ഞാനിത് പറഞ്ഞത് ജാതി പറയാനുള്ള താല്പര്യം കൊണ്ടല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതിനൊരു പ്രസക്തിയുണ്ട്, ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ 6 പേര് ജയിച്ചു. 6 പേര് MLA-മാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അവരിപ്പോൾ നിയമസഭയിൽ സ്വസ്ഥമായിട്ടൊരു മൂലക്ക് ഇരിക്കുകയാണ്. RJDയിലും ഈ പറഞ്ഞ പോലെ 10-15 മെമ്പർമാരുണ്ട്. അവരൊക്കെ ഇട്ട് തമാശയൊക്കെ പറഞ്ഞ് പുറകിലിരിക്കുകയാണ്. ആ സമയത്ത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്താ വെച്ചാൽ, ഈ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച 6 പുങ്കവന്മാർ ഇപ്പോൾ പാർട്ടിയുടെ പാർലമെൻ്ററി മീറ്റിങ്ങിൽ അവർ പങ്കെടുക്കുന്നില്ല. പാർട്ടിയുടെ ഒരു പരിപാടിയിലും അവർ പങ്കെടുക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനപ്രകാരം നടക്കുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിനെതിരായിട്ടുള്ള സമരത്തിൽ ഇവരെ കാണുന്നില്ല. പഴയ സിനിമാ പാർട്ടി പറഞ്ഞ പോലെ അരയാൽ തറയിലും കണ്ടില്ല, അമ്പലതറയിലും കണ്ടില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ബീഹാറിലെ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ. ഈ കോൺഗ്രസ്സുകാരായ 6 MLA-മാരും ഇന്നല്ലെങ്കിൽ നാളെ ജനതാദൾ യുണൈറ്റഡിൽ ചേരും എന്നാണ് പറയുന്നത്. അതായത് BJPയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ അംഗത്വം എടുക്കാൻ പോയി. ഇതിൽ 2 തരത്തിലുള്ള അധാർമികതയുണ്ട്. ഒരു പാർട്ടിയിൽ നിന്ന് 6 പേരും ജയിക്കുന്നു. 6 പേരും ഒരുമിച്ച് ഇതിൻ്റെ നേർവിപരീതമായ മറ്റൊരു പാർട്ടിയിലേക്ക് കൂറുമാറും. ഇതുപോലൊരു സംഭവം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മാത്രമാണ്. അവിടെ 8 പഞ്ചായത്ത് മെമ്പർമാരാണ് ഒറ്റയടിക്ക് BJPയുമായിട്ട് സഖ്യം ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വൈസ് പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത്. ഇപ്പോൾ ബീഹാറിൽ ഇത് തന്നെ കേൾക്കുന്നു. പഞ്ചായത്ത് മെമ്പർമാരില്ല, 6 MLA-മാർ പച്ചയ്ക്ക് മറുകണ്ഠം ചാടുന്നു. ഇവർക്കെതിരായിട്ട് കൂറുമാറ്റ നിയമപ്രകാരം പോലും കുറ്റം നിലനിൽക്കുകയില്ല എന്നാണ് നിയമവിശാരദന്മാർ പറയുന്നത്. കാരണം പാർട്ടിയിൽ 6 പേര് ഒരുമിച്ച് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആരാ എവിടെ നിന്ന് കൂറുമാറി എന്ന ചോദ്യം ബാക്കിയാണ്. അപ്പോൾ ഇത്ര വലിയൊരു പരിണതിയിലേക്കാണ് കോൺഗ്രസ് പാർട്ടി പോയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ക്രെഡിബിലിറ്റി, കോൺഗ്രസിൻ്റെ വിശ്വാസ്യത ബീഹാറിൽ മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുന്നത്, കേരളത്തിലടക്കം ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മറ്റത്തൂരിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ. അവിടെ കൂടെ തീർന്നില്ല. പാവം രാഹുൽ ഗാന്ധി എത്രമാത്രം വെയിൽ കൊടുത്തത്, എത്ര ലിറ്റർ വെള്ളം കുടിച്ചതാണ്. വോട്ട് ജോലിയെക്കുറിച്ചും നോട്ട് ജോലിയെക്കുറിച്ചും ഒക്കെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാണ്. ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ MLA-മാരെ തന്നെ കാട്ടുകൊണ്ട് വരികയാണ്. ഇനി MLA ചോരി എന്ന് പറഞ്ഞ് പുള്ളി പുതിയ പരിപാടി അവതരിപ്പിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ RJDയുടെ ആലോചിച്ചു. ഇവർ വിശ്വസിച്ച് ഇത്ര സീറ്റ് കൊടുത്ത സീറ്റുകൾ മുക്കാലെ മുന്നണിയും തോറ്റു. അതും കഴിഞ്ഞ് ബാക്കി ജയിച്ച ആളുകൾ തന്നെ മറുകണ്ഠം ചാടി എന്ന് പറഞ്ഞാൽ സംഭവത്തിന് കിടപ്പോശം എന്ന് ആലോചിച്ചു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയത്തിലേക്ക് വരികയാണ്. 6 MLA-മാരിൽ ഒരാൾ മുസ്ലിം സമുദായ അംഗമാണ്. ഈ BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുത്ത്. ഈ ബീഹാറിലെ 40% കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലത്തിൽ നിന്നാണ് ഇദ്ദേഹം ജയിച്ചിട്ടുള്ളത്, ഈ കാലുമാറുന്ന MLA. അതുപോലെയുള്ള മണ്ഡലങ്ങളിൽ മറ്റെല്ലാ സ്ഥലത്തും ജയിച്ചത് നമ്മുടെ OICയുടെ മജ്ലിസ് പാർട്ടിയാണ്, മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ. ആ പാർട്ടിക്കാരാണ്
ബാക്കി എല്ലാ സീറ്റും ജയിച്ചു. ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ആകെ ജയിക്കാൻ പറ്റുന്നത്. ആ സീറ്റിലാണ് ഇപ്പം ഇതുപോലത്തെ ഒരു അക്രമം നടന്നത്. ഒന്ന് ആലോചിച്ചു. ഈ മുസ്ലിം സമുദായ അംഗങ്ങൾ, ന്യൂനപക്ഷക്കാർ എന്ത് ധൈര്യത്തിലാണ് ഇതുപോലുള്ള ആളുകൾ കൂട്ടിയത്. അപ്പം ഇതാണ് ബീഹാറിലെ കോൺഗ്രസിന്റെ അവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞിട്ടും ആ കോൺഗ്രസ്സുകാർക്ക് വല്ല ഉളുപ്പൂടും, അതുമില്ല. അപ്പൊ ഈ ബീഹാറിന്റെ സ്ഥിതി മാത്രമല്ല ഇത്. കോൺഗ്രസ്സുകാർ എവിടെയായാലും കോൺഗ്രസ്സുകാർ തന്നെയാണ്. അപ്പം കാണുന്നവരെ അപ്പാന്ന് വിളിക്കും. ആരെങ്കിലും 10 പൈസ കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞാൽ അവരോട് പോകും. ഇതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ. നമുക്കൊക്കെ ഖേദിക്കാൻ അവകാശമുണ്ട്. കാരണം കോൺഗ്രസ് പോലൊരു പാർട്ടി നിലനിൽക്കേണ്ടത് രാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ കോൺഗ്രസ്സുകാരനല്ലെങ്കിൽ പോലും. കോൺഗ്രസ് ഇല്ലാതെ ഇന്ത്യ അല്ലണം. അങ്ങനെ ഒരു പരിണതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബീഹാർ പോലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് ബാബു രാജേന്ദ്ര പ്രസാദിന്റെ സംസ്ഥാനമാണ്, ബാബു ജഗജീവൻ റാമിന്റെ സംസ്ഥാനമായിരുന്നു. ഗാന്ധിജി ആദ്യമായിട്ട് സത്യാഗ്രഹ സമരം തുടങ്ങിയത് ബീഹാറിലെ ചമ്പാരനിലാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബീഹാറിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും ഒറ്റയടിക്ക് BJP മുന്നണിയിലേക്ക് കൂറുമാറി എന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിൻ്റെ ആഹ്വാനം, ആർക്കാണ് അതിൻ്റെ പോക്കണം കേട് എന്ന കാര്യം. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി സമയം പോലെ ഒന്ന് ആലോചിക്കണമെങ്കിൽ നന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ജയ് ഹിന്ദ്.